ഹലോ, ഞാനിന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള 2 റെസിപ്പിയാണ്. ഒരേ മാവിൽ തന്നെ 2 തരം. ഒന്ന് ഉറട്ടിയാണ്. ഇത് ഉറട്ടി, നമ്മളിവിടേക്ക് ഉറട്ടി എന്ന് പറയും. നിങ്ങളിവിടേക്ക് അടയിൽ നിന്നാണോ പറയുന്നത് എന്ന് എനിക്കറിയാം. എന്താണെന്ന് അറിഞ്ഞൂടെ, നമ്മളിവിടേക്ക് ഉറട്ടി എന്നാണ് പറയുന്നത്. അടുത്തത് എണ്ണയിലുണ്ടാക്കിയ പലഹാരമാണ്. ഉണ്ടോ സൗണ്ട് കേട്ടോ നിങ്ങൾ? നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായ ഒരു സ്നാക്കാണിത്. എല്ലാവരും ഉണ്ടാക്കണം, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതായത് ചീനിക്കിഴങ്ങ് കൊണ്ട് ഒരു ഉറട്ടി ഉണ്ടാക്കാവേ. തിരുവനന്തപുരത്തൊക്കെ നമ്മൾ റൊട്ടി എന്നാണോ എന്ന് പറഞ്ഞൂടാ, അമ്മമാരൊക്കെ പറയുന്നത് ഉറട്ടി എന്നാണ്. അത് കേട്ട് നമ്മളും അങ്ങനെ പറയുന്നുണ്ട്. മധുരക്കിഴങ്ങിൻ്റെ പോഷകങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളിവിടെ ചീനിക്കിഴങ്ങെന്ന് പറയും. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ചെറിയ കപ്പ് അരിപ്പൊടി, പുട്ടിൻ്റേതോ അപ്പത്തിൻ്റേതോ ഏതായാലും മതി, കുറച്ചിട്ട് കൊടുത്തു നോക്കാം. ഞാൻ ഇപ്പോൾ ഒരു കപ്പാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഏത് കപ്പിനായാലും ഒരു കപ്പ്. 2 കഷ്ണം മധുരക്കിഴങ്ങാണ് എടുത്തത്. ഇനി ഇതിൽ നമുക്ക് ഉപ്പ് വേണം, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിൽ വേണ്ടത് ഒരു മുറി തേങ്ങ തിരുമിയത്, പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളിയും ജീരകവും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തത്. അപ്പോൾ നമുക്ക് അതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. എല്ലാ ചെറിയ ഉള്ളിയുടെയും ആ ജീരകത്തിൻ്റെ മണം ഇങ്ങനെ ഗുമ വരുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നനയ്ക്കാം. ഇതിപ്പോൾ ഞാൻ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നനച്ചാൽ മതി. ഞാൻ ഇതിപ്പോൾ കുറേ ഒഴിച്ചത് നല്ല വറുത്ത പൊടിയായതുകൊണ്ടാണ്. കറക്റ്റായതുണ്ടോ? അപ്പോൾ ഈ പരുവം ആയിരിക്കണം. ഉണ്ടോ? എങ്കിലേ നമുക്ക് കനം കുറച്ചും നല്ല പരത്തി നല്ല ഇതായിട്ടെടുക്കാൻ പറ്റും. ഒരുപാട് ഡ്രൈ ആയാലും പൊടിഞ്ഞു പോവും. മധുരക്കിഴങ്ങ് കിടക്കുന്നതുകൊണ്ട് ഒരുപാട്. അപ്പോൾ നമുക്കുണ്ടാക്കാം. കല്ല് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിൽ വെച്ച് വെള്ളം തൊട്ട് പരത്തി കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ നമുക്കിങ്ങനെ 4 ചുറ്റും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. തീ കുറച്ചിടാം നമുക്ക്. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. അതുപോലെ നല്ല പോഷകമാണ്. ഇതിൽ നെയ്യ് വെച്ച് കൊടുത്ത് വേണമെങ്കിലും ഉണ്ടാക്കാവേ. ഞാൻ ആ ഉരട്ടി ഉണ്ടാക്കിയ മാവിൽ തന്നെ ഒരു പലഹാരം കൂടി ഒന്ന് ഉണ്ടാക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണേ. ആ മാവിനൊന്ന് ഉരുട്ടി ഒന്ന് ചപ്പിക്കുക. ഇങ്ങനെ ഉരുട്ടി ഇതിങ്ങനെ ഒന്ന് ചപ്പിക്കുക. നിങ്ങൾ ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഉള്ളിയും ജീരകമൊക്കെ തേങ്ങയൊക്കെ അല്ലേ, നല്ല ടേസ്റ്റായിരിക്കും, നല്ല മണവും ഉണ്ട്.
നമുക്കിതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാമേ.